അപ്പോൾ കൂട്ടുകാർ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഇത് ഒരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ടർക്കിഷ് മെൻമെൻ എന്നൊക്കെ പറയുന്നു. മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. വളരെ ഹെൽത്തിയും അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മളെ സ്ഥിരം പല്ലവി, നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ നമ്മളെ പൊന്നു കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി അതിൽ ബട്ടർ ഒഴിച്ചു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. അത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തക്കാളി ചെറുതായിട്ടിങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ അരിയുന്ന പോലെ സ്ക്വയറായിട്ടല്ല, നമ്മൾ കുറുകനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നമ്മളെ ആവശ്യത്തിന് തക്കാളി നമ്മൾ എത്ര മുട്ട ഉപയോഗിക്കുന്നു അതനുസരിച്ചുള്ള, നമ്മളിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടാണ് സ്ലൈസ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്കിത് സ്ലോ കുക്ക് ചെയ്യണം. നല്ല രീതിയിൽ തക്കാളി കരിഞ്ഞ് പോകാതെ നല്ലതുപോലെ വെന്ത് കിട്ടണം. വെന്ത് കിട്ടി അപ്പോൾ കുറച്ച് നേരം വേവാൻ വേണ്ടിയിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ സവാള ഇടണം. സവാള ഇട്ടതിന് ശേഷം നമ്മൾ സവാള കുറച്ച് നേരം അടച്ച് വെച്ചിരുന്ന് നല്ലതുപോലെ ഇത് ബ്രൗണിഷ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നല്ലതുപോലെ വെന്ത് ബ്രൗണിഷ് ആയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടും. ക്യാപ്സിക്കവും അല്പം കുരുമുളക് പൊടിയും പിന്നെ ഒരല്പം ഉപ്പ് ആവശ്യത്തിന് വേണ്ടി ഇടണം. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിടണം. ഇട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലതുപോലെ ഇളക്കി അതുപോലെ ഇളക്കി ചേർക്കുക. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിരുന്ന് വേവിക്കും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കൂട്ടുകാരെ. നമുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്കൊക്കെ തരണേ. നമ്മളിത് കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇത് അല്പനേരം നല്ലതുപോലെ ആവി കയറി വെന്തു വരുമ്പോഴത്തേക്കും നമ്മളിത് തുറന്നിട്ട് നമ്മൾ ഈ ടൊമാറ്റോയുടെ തൊലി നമുക്കെടുത്ത് മാറ്റണം. അപ്പോൾ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് പാസാവധാനം നമ്മൾ ഈ ടൊമാറ്റോയുടെ തൊലി എടുത്ത് മാറ്റി എല്ലാ പീസിൻ്റെയും തൊലി നല്ലതുപോലെ എടുത്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചില കമൻ്റൊക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ രണ്ട് കുഞ്ഞു സന്തതികളാണ്. കൊട്ടേഷൻ വിടാൻ, താളം വിടാൻ പിന്നെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. അടുപ്പിൻ്റെ പണ്ടയിൽ, അതായത് സ്ലാബിൻ്റെ സൈഡിൽ കയറി ഇരിപ്പുണ്ട്. ഇത് റെഡിയായ ഉടനെ തട്ടണം. കൂടാതെ ഇതിൻ്റെ മേലിൽ കയറിയിരുന്ന് കുറച്ച് കൊട്ടേഷനൊക്കെ വിടണം. അതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോയൊക്കെ നല്ലതുപോലെ ഇതിൻ്റെ കൂടെ സ്മാഷ് ചെയ്ത് ചേർക്കണം. നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ചേർത്ത് അത് അല്പം നല്ലതുപോലെ ഇളക്കി ചേർത്ത് കുറച്ച് നേരം വേവാനായിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വയ്ക്കും. അത് ശേഷം നമ്മൾ ഇതിലേക്ക് നല്ലതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർക്കും. അപ്പോൾ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി കേട്ടോ. ഇതിൻ്റെ മഞ്ഞക്കരു പൊട്ടിപ്പോയി. സാധാരണ ഈ ഉണ്ണി കിട്ടിയത് നമ്മുടെ മറ്റേ ക്യാമ്പ് ഫയർ ആ ചേട്ടൻ്റെ നിന്നാണ് ഇതിൽ കിട്ടിയത്. അത് അയാളെ വീഡിയോ കണ്ടാണ് ഇത് കിട്ടിയത്. ആളിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മഞ്ഞക്കരു പൊട്ടിപ്പോയി. മഞ്ഞക്കരു പൊട്ടാതെ നിങ്ങൾ ഒഴിക്കാൻ ശ്രമിക്കണം. 4 മുട്ട അതുപോലെ പൊട്ടിച്ചൊഴിച്ചു. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിലേറെ മുട്ടയിൽ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ ചീസ് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കും. ചീസും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മളിത് അടച്ചിട്ട് സ്ലോ കുക്ക് ചെയ്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുമ്പോൾ ടർക്കിഷ് മെൻമെൻ റെഡിയാവും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഒരു ആരോഗ്യവും അതുപോലെ തന്നെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ സ്നേഹമൊക്കെ വാരിച്ചെറിയാൻ മറക്കല്ലും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.